ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു സൂര്യോദയം എന്ന നോവലാണ്. അതിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നീയും കൂടി വാ, നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാണെന്ന് ജെയിംസ് ചോദിക്കും മുമ്പേ ജോസ് ബോട്ട് ഇരപ്പിച്ചു കഴിഞ്ഞു. അത് തോട്ടിലൂടെ ഒരു കൊള്ളിയാൻ്റെ വേഗത്തിൽ പാഞ്ഞു തുടങ്ങി. ചെറിയാച്ചൻ്റെ ബംഗ്ലാവിലേക്കായിരിക്കുമോ ചേട്ടൻ്റെ യാത്ര? ജെയിംസ് ഞെട്ടലോടെ ഓർത്തു. സ്പീഡ് ബോട്ടിനെ വെല്ലുന്ന വേഗത്തിൽ ജോസിൻ്റെ ബോട്ട് അപ്പോൾ കായലിലേക്ക് ഇറങ്ങുകയായിരുന്നു. അധ്യായം 21. ചെറിയാച്ചനേറ്റ വല്ലാത്തൊരു പ്രഹരമായിരുന്നത്. കടുവായെ കിടുവ പിടിക്കോ? ഏയ്, അങ്ങനെ സംഭവിക്കില്ല. ഭൂമുഖത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിദ്രുതം നടക്കുകയായിരുന്നു അയാൾ. ചിന്തകളിൽ ഉന്മാദം, മനസ്സാകെ കോളുകൊണ്ട് കടൽ പോലെ ഇളകി വശായിരിക്കുന്നു. തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയോ? എവിടെയാണ് പാളിച്ച പറ്റിയത്? എല്ലാം വളരെ കരുതലോടെ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരുന്നാണല്ലോ. എന്നിട്ടും പരാജയപ്പെട്ടു. പണം നഷ്ടമായത് സാരമില്ല. കടലിൽ നിന്നും ഒരു കുടം വെള്ളം നഷ്ടപ്പെട്ടതുപോലെ അതുള്ളൂ. പണം കൊടുത്ത് ഏർപ്പാട് ചെയ്തവർ തന്നെ കബളിപ്പിച്ചതാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇതിലും വലിയ കാര്യങ്ങൾ ഈച്ച പോലും അറിയാതെ തനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളവരാണ്. അവർക്ക് തെറ്റിയില്ല. തെറ്റുപറ്റിയത് തനിക്ക് തന്നെയാണ്. ദേ, ചായ ഇരുന്ന് തണുക്കുന്നു. ഇതെന്തൊരാലോചനയാണ്? അന്നാമ്മയ്ക്ക് ഭർത്താവിൻ്റെ ആ വിഷമം മനസ്സിലാകുമായിരുന്നു. അതും വെറും വയറോടെ ആകുന്നതിലാണ് അവർക്ക് സങ്കടം. ചെറിയാച്ചനൊന്ന് മൂളുക മാത്രം ചെയ്തു. നിങ്ങളെന്തിനാ ഇത്രമാത്രം ആലോചിക്കുന്നത്? ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവർ വർക്കിച്ചിനെ തപ്പിക്കൊണ്ട് വരാമെന്ന് ഏറ്റിട്ടില്ലേ? അവരത് ചെയ്തോളും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയാച്ചൻ അത്രയേ പറയാനേ കഴിഞ്ഞുള്ളൂ. ദേ, നേരം ഒത്തിരിയായി. രാവിലെ വിമാനത്താവളത്തിൽ പോകാനുള്ളതാ. അതങ്ങ് മറന്നു. ഒന്നും മറന്നില്ല. നീ അകത്ത് പോ. ഞാൻ ചില കാര്യങ്ങൾ ആലോചിക്കട്ടെ. നാളത്തേക്കെല്ലാം ശരിയാവുമെന്നേ. ഭർത്താവിനെ തണുപ്പിക്കാനുള്ള അന്നാമ്മയുടെ അടവുകളെല്ലാം പരാജയപ്പെട്ടു. അവർ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് വലിഞ്ഞു. രാവിലെ ഭർത്താവിനോടൊപ്പം വിമാനത്താവളത്തിൽ പോകുന്ന കാര്യമായിരുന്നു അന്നാമ്മയുടെ മനസ്സ് മുഴുവൻ. ഗ്രേസി തിരിച്ചു വരുന്നു. അവൾ പോയിട്ട് 6 മാസം കഴിയുകയാണ്. മകളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോകണം. 4 പേര് കൺകെ ആഘോഷമായിട്ട് അവളെ സ്വീകരിച്ചു കൊണ്ടുവരണം. മനസ്സ് സന്തോഷിക്കേണ്ട സമയത്താണ് അത് എൻ്റെ ആലോചന. കാലമാടം വർക്കിച്ചന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കണ്ട നേരം. വർക്കിച്ചനും ആളൊരു ഭയങ്കരനാണെന്ന് അവർക്ക് ആദ്യമായി തോന്നി. ജയിലിൽ നിന്നിറങ്ങിയ ആളെ കണ്ടവരുണ്ട്, പിന്നെ കാണാനില്ലത്രേ. ഫർലോങ്ങിനിടയിൽ അയാൾ ഏത് പാതാളത്തിൽ മുങ്ങി? അതാണല്ലോ അറിയേണ്ടത്. കാറുമായി ദൂരെ കാത്തുനിന്നാണ് വളരെ നയത്തിൽ കാറിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോവുക. ആ കാറിൽ നിന്നിറങ്ങാത്ത പണി അത് ഏർപ്പാട് ചെയ്തിരുന്നവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ. അവർ അങ്ങനെയാണ് വന്നു പറഞ്ഞത്. ആ നിമിഷം തുടങ്ങിയ ആലോചനയാണ് ചെറിയാച്ചന്. രാവേറെ ചെന്നപ്പോഴാണ് ചെറിയാച്ചനൊന്ന് മയങ്ങാൻ കിടന്നത്. എന്നിട്ടും ഉറക്കം അയാളെ അനുഗ്രഹിക്കാനെത്തിയില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം ഉറക്കം വരാത്തൊരു രാത്രി. ഉറങ്ങാനാവാത്ത ഒത്തിരി രാത്രികൾ. വരാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അതെന്ന് ചെറിയാച്ചനപ്പോൾ ഓർത്തു കാണില്ല. എല്ലാം എത്ര ഗൂഢമായിട്ടാണ് ചെയ്തത്. വർക്കിച്ചൻ ജയിലിൽ നിന്നിറങ്ങുന്ന കൃത്യസമയം വരെ നേരത്തെ അറിഞ്ഞതാണ്. അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അതിന് മണിക്കൂർ മുമ്പേ കാറുമായി അവരെ അവിടെ നിൽക്കാൻ ഏർപ്പാട് ചെയ്തത്. പക്ഷെ കാറ് കിടക്കുന്നിടം വരെ വർക്കിച്ചൻ വന്നിട്ടില്ല. എന്ത് മറിമായമാണ് നടന്നത്? അവനന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് മറ്റാർക്കും അറിയില്ല. അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എത്ര പേര് കാത്തു നിന്നാലും അവരിൽ നിന്നും വർക്കിച്ചനെ അകറ്റിയെടുക്കാമെന്നുണ്ടായിരുന്നു. അതിലേറെ സന്നാഹത്തോടെ മറ്റാരും അവനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. വർക്കിച്ചൻ എവിടെ പോയി? പുലരിയുടെ ആദ്യത്തെ തുടിപ്പുകൾ ചക്രവാളത്തിൽ ഉദയം ചെയ്യുമ്പോഴും ചെറിയാച്ചൻ ആ സംശയത്തിൻ്റെ ഉത്തരം മാത്രം കണ്ടെത്താനായില്ല. അന്നാമ്മ നേരത്തെ ഉണർന്നു. ഏറ്റവും നല്ല പോലെ ഒരുങ്ങി വേണം കൊച്ചിക്ക് പോകാൻ. പണക്കാർ മാത്രം കൂടുന്ന സ്ഥലമാണ്. അവരിലൊക്കെ മികച്ച വേഷ സംവിധാനത്തോടെ വേണം അവിടെ ചെല്ലാൻ. മേടയിലെ ചെറിയാച്ചൻ്റെ ഭാര്യയെന്ന് 4 പേര് അസൂയയോടെ തന്നെ നോക്കുന്നതോർത്ത് അന്നാമ്മ പുളകം കൊണ്ടു. താരകങ്ങളുടെ ഇടയിലെ അമ്പിളി പോലെ. അന്നാമ്മേ, 7 മണിക്ക് മുന്നേ പുറപ്പെടണം. അന്നമ്മ ചെറിയാച്ചനെ വിളിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ ചെറിയാച്ചൻ എഴുന്നേറ്റ് ഒരുങ്ങാൻ തുടങ്ങി. തൃപ്തിയില്ലാത്ത എന്തോന്ന് ചെയ്യാനൊരുങ്ങുന്ന പോലെ. ഡെയ്സിയെ വിളിച്ചെങ്കിലും അവൾ വരുന്നില്ല എന്ന് മറുപടി പറഞ്ഞൊഴിഞ്ഞു. അന്നമ്മ മകളെ ഒന്ന് ഇരുത്തി നോക്കി. ഈയിടെയായി മകളിൽ എന്തോ പ്രത്യേകത അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. 2-3 ദിവസമായി അവൾ പുറത്തേക്കൊന്നും പോകുന്നത് കണ്ടില്ല. ചേച്ചി ഇങ്ങോട്ടല്ലേ വരുന്നത്? ഡെയ്സിയുടെ മറുപടി അതായിരുന്നു. അവളുടെ ആദിയുടെ കഥയുണ്ടോ? അന്നമ്മ അറിയുന്നു. അപ്പച്ചനും അമ്മച്ചിയും കയറിയ കാറ് വീട്ടിൽ നിന്ന് നടന്നപ്പോൾ ഡെയ്സി വേഗം കുളിച്ചൊരുങ്ങി.
സാജനെ കാണണം. 2-3 ദിവസമായി കണ്ടിട്ട്. ബിസിനസ് കാര്യത്തിന് ഒരു യാത്ര പോകുമെന്നവൻ പറഞ്ഞിരുന്നു. ഇന്ന് കാണാമെന്നും. കാണണം, കാണാതിരിക്കാനാവില്ലല്ലോ. കണ്ടിട്ട് സുപ്രധാനമായ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇനിയും നീട്ടിവെക്കുന്നത് അപകടമായേക്കും. അപ്പച്ചൻ ആലോചിക്കുന്ന കല്യാണക്കാര്യവും സാജനോട് പറഞ്ഞിട്ടില്ല. തനിക്കിനി മറ്റൊരു വിവാഹമോ? ഡെയ്സിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എത്രയോ വേഗമാണ് ആ ചെറുപ്പക്കാരനുമായി അടുത്തുപോയത്. അപകടത്തിൽ നിന്നും 2 വട്ടം തന്നെ രക്ഷിച്ച മനുഷ്യൻ, മനസ്സിൽ കരുതിയിരുന്ന തരത്തിലൊരു സുമുഖൻ, ഏത് പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ മാന്യമായ പെരുമാറ്റം, എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാൻ കൊതി തോന്നുന്ന സംഭാഷണ ചാതുര്യം. സാജൻ അവളുടെ പ്രിയങ്കരനായതിൽ യാതൊരു അത്ഭുതവുമില്ല. ആദ്യം ഒരു കൗതുകമായിരുന്നു, അവനോട് സംസാരിക്കാനുള്ള രസം. അവനും ആ താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ താനാണ് ഇന്നും കാണാനുള്ള മാർഗം ഉണ്ടാക്കിയത്. കണ്ടും കണ്ടും പറഞ്ഞും പറഞ്ഞും മനസ്സുമായിട്ടടുത്തു. പ്രേമം എന്ന വികാരത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞു. കാണാതിരിക്കുമ്പോൾ എപ്പോഴും കാണാനൊരാഗ്രഹം, അടുത്തു നിന്ന് അകലാൻ തോന്നാത്ത എന്തോ ഒരു വശ്യമായ ഉൾപ്രേരണ. ഒടുവിൽ ഒരു നിമിഷത്തിൽ പറഞ്ഞുപോയി, സാജൻ, ഞാൻ സാജനെ സ്നേഹിക്കുന്നു. അത് കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു. ഡെയ്സിക്കപ്പോൾ ഇതുവരെ എന്നോട് സ്നേഹമില്ലായിരുന്നു. അപ്പം ഞാനാണല്ലോ മണ്ടൻ. ഡെയ്സിയെ കണ്ട നിമിഷം മുട്ട് ഞാൻ സ്നേഹിച്ചു പോയതാണല്ലോ. മനം കുളിർപ്പിക്കുന്ന വാക്കുകൾ. അവളൊരു നീലക്കടമ്പായി പൂത്തു. പൗർണമി നിലാവ് പോലെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നക്ഷത്ര ശോഭയെപ്പോലെ കണ്ണുകൾ തിളങ്ങി. അരുണിമയേലെന്ന കവിളിണ അസ്തമയാരംഭം പോലെ തുടുത്തു. ജോസിൻ്റെ ഉള്ളിലും വിരിഞ്ഞു ഒരു പുഞ്ചിരി. ആ പുഞ്ചിരിയുടെ അർത്ഥം പക്ഷെ അവന് മാത്രമേ മനസ്സിലാകൂ. അവന് മാത്രം. അങ്ങനെയാണ് തുടക്കം. വാക്കുകളിലൂടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുളിര്. ആ കുളിരിൻ്റെ അലകൾ മേനിയാകെ വാരി പുതയ്ക്കാൻ ഡെയ്സി മോഹിച്ചു. അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും സാജൻ അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിരെ നിന്നില്ല. ഒരു കാമുകിയുടെ ന്യായമായ ആഗ്രഹങ്ങളും അവകാശങ്ങളും സാധിച്ചു കൊടുക്കാത്ത പുരുഷൻ എങ്ങനെ ഒരു പുരുഷനാകും? കായൽ നടുവിൽ നിർത്തിയ ബോട്ടിനുള്ളിൽ കാറ്റടിക്കാതെ അടിച്ചിട്ട പടുതുകൾക്കുള്ളിൽ കാമുകിയെ മാറോട് ചേർക്കാൻ സാജൻ സമയം കണ്ടെത്തി. ബലിഷ്ഠമായ അവൻ്റെ കരവലയത്തിൽ ഡെയ്സി ഒരു അമ്പലപ്രാവിനെ പോലെ ഒതുങ്ങിക്കൂടി. കാര്യങ്ങൾ തൻ്റെ മനസ്സുപോലെ മുന്നേറുന്നതിൻ്റെ ആഹ്ലാദം ജോസ് ആവോളം ആസ്വദിച്ചു. എല്ലാ ദിവസങ്ങൾക്കും മുൻപ് വരെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. പിന്നെയും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് താനൊരു ഊരാക്കുടുക്കിൽ വന്നുവിട്ട കഥ അവൾ അറിഞ്ഞത്. വിവരം സാജനോട് തുറന്നു പറയാനും അവൾ മടിച്ചില്ല. അതിന് ഡെയ്സി എന്തിനാ ഇത്രയേറെ വിഷമിക്കുന്നത്? നോക്ക്, ഞാൻ ആരാണെന്ന്. അവശകാമുകനൊന്നുമല്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയുന്ന നിമിഷം ഞാൻ ഈ നാട് വിടുമെന്ന് ഭയപ്പെടുകയും വേണ്ട. നീ പോര്. ഈ നിമിഷം നിന്നെ വിവാഹം ചെയ്യാൻ ഞാനൊരുക്കാണ്. ആ ധീരത അവൾക്ക് ആശ്വാസം നൽകി. പക്ഷെ വീട്ടിലറിഞ്ഞാലുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോൾ വിളറി വെളുത്തു പോവും. അമ്മയോട് എങ്ങനെയാണിത് പറയുക? ഇനിയും പറയാതിരുന്ന സംഗതി ആകെ കുഴപ്പത്തിലാകും. പറയാതെ അമ്മ അറിയേണ്ടി വരും. അമ്മയെ വെട്ടിച്ച് ഇതുവരെ കഴിഞ്ഞു. ഇനിയും വയ്യ. ഗ്രേസി ചേച്ചിയും ഇന്നെത്തും. സാജനെ കണ്ട എല്ലാത്തിനും ഒരു അന്തിമ തീരുമാനം എടുക്കണം. അപ്പച്ചനെ വന്ന് കാണാൻ പറയണം. അവൾ കടവിലേക്ക് ധൃതിയിൽ നടന്നു. സാജൻ തന്നെ കൈയൊഴുകിയില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. ഏതു വെല്ലുവിളിയും സുധീരം നേരിടാമെന്നൊരുക്കമാണ് അവൻ ഉറപ്പു തന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും അപ്പച്ചൻ ഇതിനെ അനുവദിക്കുമെന്ന് യാതൊരു വിശ്വാസമില്ല. നാട്ടിലെ ഏറ്റവും മുതിർന്ന കുടുംബവുമായി ബന്ധമുറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണല്ലോ അപ്പച്ചൻ. ഡെയ്സി സ്പീഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. പതിവുള്ള കായൽച്ചാലിലൂടെ അത് പതിവ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിത്തുടങ്ങി. ഡെയ്സി അകലെ നിന്നേ കണ്ടു. സാജൻ എത്തിയിട്ടുണ്ട്. മനസ്സിലൊരു പിടി മഞ്ഞിൽപ്പൊടി തൂകിയ അനുഭവം. അവൾ എഞ്ചിൻ ഓഫാക്കി. ഇളം കൈകളിൽ കൂടി ഒഴുകി ആ ബോട്ട് ചെന്ന് നിന്നത് സാജൻ്റെ ബോട്ടിന് തൊട്ടടുത്താണ്. എത്ര നേരമായി ഞാൻ എൻ്റെ മാലാഖയെ കാത്തിരിക്കുന്നു. കേട്ടോ ഡെയ്സി, നീ വരാത്തതുകൊണ്ട് ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ജോസിൻ്റെ ശബ്ദം കാതുകളിൽ അമൃതധാര പോലെയായിരുന്നു. എത്ര ആത്മാർത്ഥതയുള്ളവൻ. സാജനെ കാണാതെ 2 ദിവസം എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയെന്ന് എനിക്കറിയാം. അപ്പച്ചനും അമ്മച്ചനും ചേച്ചിയെ കൂട്ടാൻ കൊച്ചിക്ക് പോയി. എന്നെയും നിർബന്ധിച്ചതാ. കൊച്ചി വരെ പോകുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം. ബാക്കി പറയാനാവാതെ ഡെയ്സി നാണിച്ച് മുഖം കുനിച്ചു. സാജൻ ചിരിച്ചു. സാജ, ഇനി ഒട്ടും വൈകരുത്. നാളെ തന്നെ വന്ന് അപ്പച്ചനൊന്ന് കാണണം. ഞാനിന്നെല്ലാം തുറന്നു പറയാൻ പോവാം. ഇനിയും പറയാതിരുന്ന സംഗതി കുഴിയും. വരണമെന്നുണ്ട്. പക്ഷെ മേടയിലിരിക്കുന്ന നിൻ്റെ അപ്പച്ചൻ കുടിലിലെ എന്നെ ഇഷ്ടമാവുമോ? ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ.
ആദ്യം കുറച്ച് എതിർത്തേക്കും, പിന്നെ സമ്മതിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജോസ് അപ്പോഴും പുഞ്ചിരിച്ചു. ഉച്ചയാകുന്നതുവരെ ഇരുവരും സംസാരിച്ചു. പിന്നെ ഡെയ്സി യാത്ര പറഞ്ഞു. ജോസ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അന്ന് വൈകിട്ട് ജോസ് ജോണിക്കുട്ടിക്ക് എഴുതി: ജോണി ചേട്ടാ, എൻ്റെ ഭാഗം ഞാനിവിടെ അഭിനയിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. ചെറിയാച്ചന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, ഒരു ഡോക്ടർക്കും സഹായിക്കാനാവാത്ത വിധം ഞാൻ പഴുതുകൾ അടച്ചിട്ടുണ്ട്. ഇനി ചേട്ടൻ ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. ആ കത്തിന് ജോണിക്കുട്ടി അയച്ച മറുപടി വായിച്ച് ജോസ് അന്തം വിട്ടിരുന്നു പോയി. പിന്നെ ഉറക്കെ ഉറക്കെ ചിരിച്ച് ക്രൂരമായി പൊട്ടിച്ചിരിച്ചു. അധ്യായം 22. ദിവസങ്ങൾക്ക് അശ്വരഥത്തിൻ്റെ വേഗം. ഒരാഴ്ചക്കുള്ളിൽ എന്തെല്ലാം സംഭവങ്ങൾ. ജോസൂട്ടി എല്ലാം അറിയുന്നു, പക്ഷേ ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. ചെറിയാച്ചൻ മുതലാളിയുടെ വിശ്വസ്തനായ ജോലിക്കാരനായി അവൻ മാറിക്കഴിഞ്ഞു. ഏൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും അവൻ്റെ കൃത്യത, ആത്മാർത്ഥത ചെറിയാച്ചൻ മുതലാളി ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണല്ലോ കണക്കെഴുത്തിൽ നിന്നവനെ മാറ്റിയതും തൻ്റെ മാനേജറായി നിയമിച്ചതും. എല്ലാം നോക്കി നടത്തി ചെയ്യിച്ചാൽ മതി. ചെറിയാച്ചനില്ലെങ്കിൽ കാര്യങ്ങൾ നടത്താൻ ജെയിൻസൂട്ടി മതി. ഒരു മാസത്തിനുള്ളിൽ അവന് കിട്ടിയ അംഗീകാരത്തിൽ അസൂയക്കാരനുണ്ടായിരുന്നു. യൂദാസ് മാത്യൂസിൻ്റെ സ്വതേ വീർത്തു കിട്ടിയ മുഖം പിന്നെയും ഇരുണ്ടു. ഞാൻ പറഞ്ഞില്ലേ, അവനിവിടെ നല്ലൊരു ഭാവിയുണ്ട്. ജോസഫ് ചേട്ടൻ തൻ്റെ വാദഗതി എങ്ങനെ ഇരിക്കുന്നു എന്ന മട്ടിൽ യൂദാസിനെ നോക്കി. അയാൾ തലയുയർത്തിയൊന്ന് നോക്കി. പിന്നെ കീറിയ നോട്ടിൻ്റെ ക്രയവിക്രയ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചു. ആ ചൂടിൽ യൂദാസ് പണം എണ്ണാൻ തുടങ്ങിയപ്പോൾ കമ്പ്യൂട്ടറിന് പോലും തോൽപ്പിച്ചു കളയും. മാത്യൂസ് അങ്ങനെയാണ്. ചൂടുള്ള വാർത്തയെങ്കിലും കേട്ടാൽ അടിപിടി ചൂട് പിടിക്കും. പിന്നെ അയാളുടെ പ്രവർത്തനങ്ങൾക്ക് യന്ത്രത്തിൻ്റെ വേഗമാണ്. വാ തുറന്ന ഒരക്ഷരം മൂരിയാടില്ല. മാനേജറായി ജെയിൻസൂട്ടിയെ നിയമിച്ച ദിവസമാണ് ആ വലിയ രഹസ്യം ചെറിയാച്ചൻ മുതലാളി അവനോട് പറഞ്ഞത്. ബിസിനസ് പരമായ രഹസ്യം. 2 വിധത്തിൽ കണക്കെഴുതണം. ഒന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ, മറ്റൊന്ന് യാഥാർത്ഥ്യമായി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ. അവനോട് ആ രഹസ്യം പറയും മുൻപ് ചെറിയാച്ചൻ മുതലാളി ജീവനുള്ള കാര്യം പുറത്ത് ആരോടും പറയില്ലെന്ന് ജെയിംസിനെ കൊണ്ട് ഉറപ്പ് വാങ്ങിയിരുന്നു. അവനത് സമ്മതിക്കുകയും ചെയ്തു. മുതലാളി എന്നെ വിശ്വസിക്കുക. ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ഞാനതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. ഒരിടത്തെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. ചെറിയാച്ചൻ അവൻ്റെ വാക്കുകളിൽ മതിപ്പ് തോന്നി. നാളുകൾ കടന്നുപോകെ ജെയിൻസൂട്ടി ചെറിയാച്ചൻ്റെ മറ്റൊരു രഹസ്യം കൂടി അറിഞ്ഞു. കള്ളപ്പണം, സ്വർണ്ണ ബിസ്ക്കറ്റുകളുടെ രഹസ്യ ഏർപ്പാട്. സ്വർണ്ണ ബിസ്ക്കറ്റിൽ നിന്നും തുടങ്ങിയ ജീവിതം ഇപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നതിലൂടെ ചെറിയാച്ചൻ തുടരുന്നു. തൻ്റെ അപ്പച്ചനെ കള്ളനാക്കിയതിലൂടെയുള്ള തുടക്കം. അവൻ്റെ ഉള്ളിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാളുടെ ഇടപാടുകളെക്കുറിച്ച് തികച്ചും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം. തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. എൻ്റെ കൂടെ ജെയിംസ് ഉണ്ടെങ്കിൽ എൻ്റെ ജോലി പകുതി കുറയും. ജെയിംസിന് ആവശ്യമായ തുക ശമ്പളമായും ചോദിക്കാം. ജെയിംസിനെ കൊണ്ട് എനിക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ ആ ലാഭത്തിൻ്റെ യുക്തമായ പ്രതിഫലം തരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എല്ലാം മുതലാളിയുടെ ഇഷ്ടം. ഇപ്പോൾ 5 മണിക്ക് അവന് പോകാനാവില്ല. വൈകുന്നേരം മുതലാളിയെ കാണണം. അന്നത്തെ കാര്യങ്ങൾ സംസാരിക്കണം. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഉദ്യോഗത്തിൻ്റെ വലിപ്പം പോലെ തിരക്കും വർദ്ധിച്ചു. അങ്ങനെ സംസാരിച്ചിരിക്കെ ചെറിയാച്ചൻ മുതലാളി തൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ട് ആരംഭിച്ചതാണത്രേ. ഒരു കൊപ്രാക്കളത്തിൽ തുടങ്ങിയ ജീവിതത്തെക്കുറിച്ച്, അടിവച്ചടി അടിച്ചടിയുള്ള വളർച്ചയെക്കുറിച്ച്. ആ ജീവിതകഥയിൽ ഒരിടത്തും തൻ്റെ അപ്പച്ചൻ്റെ പേര് അയാൾ പറഞ്ഞില്ലെന്ന് അവൻ കൗതുകത്തോടെ ഓർത്തു. കെട്ടിച്ചമച്ച ഒരു കഥ താല്പര്യപൂർവ്വം കേട്ടിരിക്കുന്നതായി നടിച്ചു. ആ കൂട്ടത്തിലാണ് അയാൾ മക്കളെക്കുറിച്ച് പറഞ്ഞത്. ഡെയ്സിക്ക് ആലോചിച്ച വിവാഹം അവളെ തിരസ്കരിച്ചുള്ള ദുഃഖം, മകൾ അബദ്ധത്തിൽപ്പെട്ട് കഴിയുകയാണെന്നുള്ള കാര്യം ചെറിയാച്ചൻ ഒളിച്ചു. വർക്കിച്ചൻ എന്ന ശത്രുവിൻ്റെ തിരോധാനത്തെക്കുറിച്ചും സംസാരിച്ചു. എനിക്കീയുടെ മനപ്രയാസങ്ങളുടെ കാലമാണെന്ന് തോന്നുന്നു ജെയിംസെ. പലതും പിടിവിട്ടു പോന്നു. ജെയിംസ് എൻ്റെ ശമ്പളക്കാരൻ മാത്രമല്ല, കുടുംബസുഹൃത്തു കൂടിയാണെന്ന് കരുതി പറയുക. മുതലാളിക്ക് എന്തും പറയാം. പോംവഴി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ സഹകരിക്കുകയും ചെയ്യും. എൻ്റെ മുതലാളി എന്നതിലുപരി ഒരപ്പച്ചനെ പോലെയാണ് ഞാൻ മുതലാളിയെ കാണുന്നത്. ജെയിംസ് ചെറിയാച്ചൻ്റെ മനസ്സ് വഴങ്ങുന്ന വഴിയിലേക്ക് വളച്ചു. അഹങ്കാരം കൊണ്ട് നേടാനാവാത്തത് ആർദ്രത കൊണ്ട് നേടാം. ചെറിയാച്ചൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം തുറച്ചു നോക്കിയിരുന്നു. എന്തോ ആലോചിക്കും മട്ടിൽ. പിന്നെ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു ശത്രുവുണ്ട്. ഒരു കുറ്റവാളിയായിട്ട് ജീവപര്യന്തം ജയിലിൽ കിടന്നൊരു വർക്കിച്ചൻ. അയാൾ പുറത്തിറങ്ങുന്നത് പലതുകൊണ്ടും എനിക്ക് ദോഷമാണ്. ജയിൽ വിട്ടിറങ്ങുന്ന ദിവസം അവിടെ നിന്ന് അയാളെ വിളിച്ചു കൊണ്ടുപോകാൻ ഞാൻ ആളെ നിർത്തിയിരുന്നു. പക്ഷെ അത് നടന്നില്ല. അയാൾ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവനിവിടെ കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയാച്ചൻ മനസ്സ് തുറന്നു.
ജെയിംസിന് അത്രയേറെ അയാൾ വിശ്വസിക്കുന്നുവെന്നതിൻ്റെ തെളിവ്. മുതലാളി ഭയപ്പെടുന്ന പോലൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഇനി അധികം വന്നാൽ തന്നെ മുതലാളി ഒരു ചുക്കും ചെയ്യില്ല. ഇനി വന്നാൽ തന്നെ മുതലാളിക്കറിയാൻ വയ്യാത്ത നിയമമുണ്ട് അവിടെ. ഒരു സോപ്പിടൽ. ചെറിയച്ഛൻ ഫ്ലാറ്റ്. ജെയിംസിന് ചിരിപൊട്ടിപ്പോകുമെന്ന് തോന്നി. ഭാഗ്യം. അപ്പച്ചൻ എവിടെയുണ്ടെന്ന കാര്യം ചെറിയാച്ചൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഞാനവനെ പൊക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ച. ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാതിരിക്കുകയാണ് നടന്നില്ലെന്ന് ജെയിംസിന് തോന്നി. മിണ്ടാതെ കേൾക്കാൻ തയ്യാറായിരുന്നു. അപ്പച്ചൻ ഉമ്മച്ചൻ മുതലാളിയുടെ വീട്ടിൽ തീർത്തും സുരക്ഷിതനാണെന്ന് അവൻ ഉറപ്പുണ്ട്. അവിടെ വരെ കൊണ്ടുവരാൻ ബുദ്ധി ഉപദേശിച്ചതും ഉമ്മച്ചൻ മുതലാളി തന്നെയാണല്ലോ. ആ ബുദ്ധി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് അപ്പച്ചൻ്റെ മൃതദേഹമായിരിക്കും കണ്ടുകിട്ടുക. ഒന്നും സംഭവിച്ചില്ല. കാത്തുനിന്ന കശ്മലന്മാരുടെ കണ്ണു വെട്ടിച്ച് കാടും പടലും കയറിയിറങ്ങി വഴിമാറ്റി കൊണ്ടുവരാൻ പെട്ട പാട് ജോസേട്ടൻ പറഞ്ഞതാണല്ലോ. വർക്കിച്ചനെ ദ്രോഹിക്കാൻ ഞാനും കൂട്ടുനിന്നിട്ടുണ്ട്. അതെൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ വിഷമിച്ചു. രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. അവനെ രക്ഷിക്കാൻ കിട്ടുന്ന ഒരവസരം ഞാൻ കളയില്ല. നിങ്ങൾക്ക് എന്തു സഹായം പ്രതീക്ഷിക്കാം. രാത്രിയിൽ ബംഗ്ലാവിലേക്ക് കടന്നു വന്ന തങ്ങളുടെ മുന്നിൽ സഹായഹസ്തമായി നിന്ന ഉമ്മച്ചൻ മുതലാളിയുടെ വാക്കുകൾ ജെയിംസ് ഓർത്തുപോയി. എനിക്ക് വേണമെങ്കിൽ ചെറിയാച്ചൻ എത്രയോ മുൻപ് താർക്കായിരുന്നു. പക്ഷെ വർക്കിച്ചൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അതിന് ഏതാണ്ട് സമയമായെന്ന് തോന്നുന്നു. ചതിയനായ ചെറിയാച്ചൻ പെട്ടെന്ന് മരിക്കരുത്. അവൻ എന്നോടും വർക്കിച്ചനോടും ചെയ്ത പാപത്തിൻ്റെ ഫലം വേദനയിലൂടെ വേണം അറിയാൻ. ഉമ്മച്ചൻ മുതലാളിയുടെ പ്രതാപത്തിൽ നേരിയൊരു മങ്ങലേറ്റിട്ടുണ്ട്. അത് ചെറിയാച്ചൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ചതിപ്രയോഗത്തിലൂടെ സംഭവിച്ചതാണ്. ആ സംഭവത്തിന് ശേഷം ഉമ്മച്ചൻ മുതലാളി കള്ളക്കടത്ത് പരിപാടികൾ നിർത്തുകയാണ് ചെയ്തത്. ഉമ്മച്ചനേക്കാൾ പെരിയ മുതലാളിയായി ചെറിയാച്ചൻ മാറുകയും ചെയ്തു. കുറേ നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ജെയിംസ് യാത്ര പറഞ്ഞിറങ്ങി. പുറത്ത് രാത്രി വന്നെത്തിക്കഴിഞ്ഞു. അവിടെ ഇടപെടാൻ തുടങ്ങിയിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഡെയ്സിയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നവൻ അത്ഭുതത്തോടെ ഓർത്തു. ഗ്രേസി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അവളും പുറത്തേക്കൊന്നും ഇറങ്ങിക്കണ്ടില്ല. 2 ദിവസമായി അന്നാമ്മയും കാണാനില്ല. ആ വലിയ ബംഗ്ലാവിനുള്ളിൽ എന്തോ വലിയ രഹസ്യങ്ങളുണ്ടായിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. തങ്ങൾക്കറിയാത്ത ഒരു രഹസ്യം അവിടെ ഇല്ലല്ലോ. ഡെയ്സിയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കാവും. ഏറ്റവും അവസാനത്തെ നിലപാടിനെക്കുറിച്ച് പോലും ജോസേട്ടൻ പറഞ്ഞിരുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു സന്തോഷ വാർത്തയുമായി മറിയാമ്മ കാത്തിരിക്കുകയായിരുന്നു. ജോണിക്കുട്ടി അവധിക്ക് വരുന്നു. ഗൾഫിലേക്ക് പോയിട്ട് ആദ്യത്തെ വരവ്. ജെയിംസിന് ആ വാർത്ത സന്തോഷകരം തന്നെയായിരുന്നു. എടാ ജെയിംസേ, നമ്മുടെ ചതുരംഗക്കളത്തിലെ കരുക്കളെല്ലാം നിരന്നു കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് കളി ആരംഭിക്കേണ്ടത്. കൂടിയാൽ ഒരാഴ്ച. അതിനകം ജോണിയേട്ടനും എത്തും. അപ്പച്ചനും സ്ഥലത്തുണ്ടല്ലോ. ആനയും തേരും കുതിരയും ഉൾപ്പെടെയുള്ള ചെറിയാച്ചനോട് നമ്മൾ കാലാൾപ്പട യുദ്ധത്തിനൊരുങ്ങുന്നു. പഠിച്ചു ജയിച്ച് വലിയവരായി നമ്മളെ കാണാൻ അപ്പച്ചന് കഴിഞ്ഞില്ല. സാരമില്ല. പക്ഷേ ഏത് തിമിംഗലത്തിനോടും പയറ്റാൻ മാത്രം നമ്മൾ മുതിർന്നെന്ന് അപ്പച്ചൻ അറിയട്ടെ. ജോസേട്ടൻ്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ചെറിയാച്ച, ഞങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഇനിയും യുദ്ധം ബാക്കി. യുദ്ധക്കളത്തിൽ തോറ്റ് തലകുനിക്കുന്ന തന്നെ ഞങ്ങൾക്ക് കാണണം. വർക്കിച്ചനെ കാണണം. വർക്കിച്ചൻ്റെ മക്കൾക്ക് കാണണം. ഡെയ്സിയെ ചതിക്കുന്നതിൽ ജോസിന് യാതൊരു വിഷമവും തോന്നിയില്ല. മാനുഷിക മൂല്യങ്ങൾക്ക് തൃണത്തിൻ്റെ വില കൽപ്പിക്കാത്തവൻ്റെ മകളെന്നല്ലാതെ തേനിൽ കുഴച്ച വാക്കുകൾ വിളമ്പുമ്പോഴും ഡെയ്സി അവനെ മോഹിപ്പിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ ജന്മം പാഴാകാൻ പോകുന്നു. ജോസ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതേയില്ല. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെയും പാഴാക്കിയവൻ്റെ മകളാണല്ലോ. അത്ര മാത്രമേ ഓർത്തുള്ളൂ. ഇങ്ങകലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അനിയന്മാർ ആലോചിച്ച് തന്നെ ജോണിക്കുട്ടിയും ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ മനസ്സ് നിറയെ സ്വപ്നവും കൊണ്ടാണ് ഗ്രേസി വിമാനം കയറിയിരിക്കുന്നത്. കുറച്ച് കാലം എടുത്തുള്ളെങ്കിലും വർഷങ്ങളുടെ ബന്ധം പുതുക്കിയ ഒരു ആഹ്ലാദം. ജോണി, ഞാനാ പഴയ ഗ്രേസി തന്നെയാണ്. ജോണിക്കും എന്നെ അങ്ങനെ കാണാൻ കഴിയില്ലേ? ഒരു സായാഹ്നത്തിൽ അവൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് അവൾ ചോദിച്ചത്. എന്തൊരു ചോദ്യമാണ് ഗ്രേസി ഇത്! നീ അന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വള്ളത്തിൽ കയറി പോയപ്പോൾ പോലും ഗ്രേസി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ എൻ്റെ ഹൃദയത്തിൽ. ജോണി അവളുടെ വലത് കൈ തൻ്റെ ഹൃദയഭാഗത്ത് അമർത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് എത്തി നോക്കാൻ പോലും ആവാത്ത ഉയരത്തിലാണ് നീ നിൽക്കുന്നത്. ഞാനോ കള്ളം വർക്കിച്ചൻ്റെ മോൻ തന്നെ. എന്തിനാ ജോണി ചങ്കി കുത്തുന്നേ? അപ്പന്മാർ തമ്മിൽ പിണങ്ങിയതിന് നമ്മളെന്ത് വേണം? നോക്കിക്കേ, ഞാൻ വീട്ടിലെത്തിയാൽ ഉടനെ ജോണിയുടെ കാര്യം പറയുന്നുണ്ട്. അയ്യോ, അത് വേണ്ട, അത് മാത്രം വേണ്ട. വർക്കിച്ചൻ്റെ മകനെ തന്നെയാണ് നീ സ്നേഹിക്കുന്നതെന്നറിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരില്ല. നിൻ്റെ അപ്പച്ചനെ നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം.
ജോണി കൃത്രിമമായ ഭയം അഭിനയിച്ചു. അപ്പച്ചൻ എന്നെ തല്ലിക്കൊന്നാലും വിടില്ല, പക്ഷെ ഞാൻ കാര്യം പറയും. അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൾ വീട്ടിലെത്തിയതിൻ്റെ അടുത്ത ദിവസം രാവിലെ ജോണിയുടെ കാര്യം പറയാൻ ഉറപ്പിച്ചു തന്നെയാണ് ഗ്രേസി പൂമുഖത്തിരുന്ന ചെറിയാച്ചൻ്റെ അടുത്തേക്ക് ചെന്നത്. ആ നേരത്ത് തന്നെയാണ് ജെയിംസ് കുട്ടി ഗേറ്റും കടന്ന് അങ്ങോട്ട് കടന്നു ചെന്നത്. അവനെ കണ്ട് ഗ്രേസി അന്തിച്ചുപോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അവനെ തിരിച്ചറിഞ്ഞു. ജെയിംസും അത് മനസ്സിലാക്കി. അവൻ്റെ നെഞ്ചിൽ ഒരു ഇടിവാൾ പൊളഞ്ഞു. അധ്യായം 23. എല്ലാം ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണെന്ന് ജെയിംസ് കുട്ടിക്ക് തോന്നി. ഗ്രേസി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവൾ നിൽക്കുന്നത് ചെറിയാച്ചൻ്റെ തൊട്ടടുത്തു. അവൾ എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ, അറിയുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകിയാൽ എല്ലാ പദ്ധതികളും ഇവിടെ പൊളിയും. ഇതുവരെ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന സൗധമാകെ തകർന്നടിയും. ജെയിംസിൻ്റെ ഹൃദയം പെരുമ്പറയടിച്ചു. മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. അവൻ്റെ ആ ഭാവമാറ്റം ഗ്രേസി ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. എന്തോ പറയാൻ തുടങ്ങി അവൾ പെട്ടെന്ന് അടക്കി. ആ നിമിഷം ജോണിക്കുട്ടിയുടെ ഓർമ്മ മനസ്സിലേക്ക് ഓടിയെത്തി. ജെയിംസ് കുട്ടിയെ അപ്പച്ചൻ തിരിച്ചറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവൾ ഒരു ഞൊടിയിട ചിന്തിച്ചു. മുഖത്തെ അത്ഭുതഭാവം മറിച്ച് അപരിചിത ഭാവം നടിച്ച് അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആ ജെയിംസ് വന്നോ? നന്നായി. ഒരു അത്യാവശ്യ കാര്യം ഏൽപ്പിച്ചിട്ട് എനിക്കൊരു വഴി പോകാനുണ്ടായിരുന്നു. ചെറിയാച്ചൻ അവനെ ഇരിക്കാൻ ക്ഷണിച്ചു. മോളെ, ഇതാ ഞാൻ പറഞ്ഞ ജെയിംസ്. ജെയിംസിനെ ഗ്രേസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ചെറുതായെന്ന് ചിരിച്ചു. ജെയിംസിൻ്റെയും ഗ്രേസിയുടെയും കണ്ണുകൾ ഇടഞ്ഞു. കണ്ണുകൊണ്ടവൻ നൽകിയ സഞ്ജ അവൾക്ക് മനസ്സിലായി. അനിയൻ അപ്പച്ചൻ്റെ കൂടെ ജോലിക്കുണ്ടെന്ന് ഒരിക്കൽ പോലും ജോണിക്കുട്ടി പറഞ്ഞിട്ടില്ലല്ലോ എന്നവൾ ഓർത്തു. അപ്പച്ചൻ അത് അറിയാനിടയായാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പച്ചൻ്റെ വിശ്വസ്തനായ ജോലിക്കാരനാണ് ജെയിംസ്. അത്രയേറെ വിശ്വസിച്ചവൻ ശത്രുവിൻ്റെ മകനാണെന്ന് അറിയുമ്പോഴുള്ള ഭവിഷ്യത്ത് ജെയിംസിനെ ബംഗ്ലാവിൽ നിന്നും പുറത്തിറക്കുമെന്ന് തോന്നില്ല. മോളെ, ചെന്ന് 2 ചായ കൊണ്ടുപോവാ, ചെറിയാച്ചൻ ഗ്രേസിയെ പറഞ്ഞയച്ചു. ഗ്രേസി അകത്തേക്ക് നടന്നു. ജെയിംസിനെ തനിച്ചൊന്ന് കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു ഗ്രേസി. അപ്പോൾ ഗ്രേസി അകന്നുവെന്ന് ബോധ്യം വന്നപ്പോൾ ചെറിയാച്ചൻ ജെയിംസിനോട് കുറച്ചുകൂടി അടുത്തിരുന്നു. എൻ്റെ കുടുംബപരമായ കാര്യമാണ്. ഞാനത് ജെയിംസിനോട് പറഞ്ഞ മറ്റൊന്നും തോന്നരുത്. ഞാനിപ്പോൾ വലിയൊരു നാണക്കേട് പെട്ട് കിടക്കുകയാണ്. ആരും അറിയാതെ അതിൽ നിന്നും രക്ഷപ്പെടണം. ജെയിംസിന് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? രഹസ്യം പോലെയാണ് ചെറിയാച്ചൻ മുതലാളി ചോദിച്ചത്. എന്താ മുതലാളി കാര്യം? ജെയിംസ് ഉത്കണ്ഠ ഭാവിച്ചു. എൻ്റെ മോളെ ഡെയ്സി ഒരു ദ്രോഹി ചതിച്ചു. അവൾ പറഞ്ഞ വിലാസം വെച്ച് ഈ നാട്ടിലിനി അന്വേഷിക്കാൻ ഇടയില്ല. അവൻ്റെ പേരോ വീട്ടുപേരോ ഈ അടുത്ത നാട്ടിലെങ്ങുമില്ല. ഡെയ്സി മോളെ, ഡെയ്സിക്ക് ആളെ അറിയില്ലേ? അറിയാം, ആളെ മാത്രം. അവൻ്റെ വീടോ നാടോ ഒന്നും അറിയില്ലത്രേ. അവൻ പറഞ്ഞു കൊടുത്തെല്ലാം കള്ളായിരുന്നു. അവനെ കണ്ടാൽ തിരിച്ചറിയാം. ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല. ഞങ്ങൾ ആകെ വിഷമത്തിലായിരിക്കുന്നു. ജെയിംസെ, അന്നാമ്മയാണെങ്കിൽ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. ഡെയ്സിയും ഒറ്റക്കിടപ്പ് തന്നെ. വിവരം അറിഞ്ഞപ്പോൾ അവളെ കൊന്നു കളയാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓർത്തു, അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എന്ന്. അവളെ ചതിച്ചവനെ കണ്ടുപിടിക്കണം. കൊള്ളാവുന്നതിനാണെങ്കിൽ കെട്ടിച്ചു മുടിച്ചേക്കാം, അല്ലെങ്കിൽ ആ എംബോക്കയെ കൊന്ന് കടലിലൊഴുക്കാം. വലിയൊരു അത്യാഹിത വാർത്ത കേട്ട അമ്പരപ്പും ഭാവവും ജെയിംസ് താടിക്ക് കൈ കൊടുത്തിരുന്നു. ജോസിയേട്ടൻ തന്നെ ലീഡ് ചെയ്തിരിക്കുന്നു. ഉള്ളിൽ നിറയിടുന്ന ആഹ്ലാദം. പക്ഷേ ചേട്ടനെ നിഴല് പോലെ അപകടത്തിൻ്റെ ഒരു ഭീകരവലയം ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. മകൾ കൊടുത്ത ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ചെറിയാച്ചൻ്റെ ഗുണ്ടകൾ നാടിൻ്റെ നാനാഭാഗത്തും തിരച്ചിൽ ആരംഭിച്ചിരിക്കും. കായലിൻ്റെ നിറമാറിൽ എവിടെയെങ്കിലും വെച്ചെങ്കിലും അവർ ജോസിനെ കണ്ടെത്തിയാൽ അതിനപ്പുറത്തേക്ക് അവനെ ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ജെയിംസ് ചെറിയാച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു പിതാവിൻ്റെ ന്യായമായ വൃദ്ധയും ഉള്ളിലൊതുക്കി ചിന്താക്രാന്തനായിരിക്കുകയാണ് അയാളും. തൻ്റെ മേടയിൽ കുടുംബത്തിനേറ്റ കനത്ത ഒരു പ്രഹരമായി പോയത്. പണത്തിൻ്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങിയപ്പോൾ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പണക്കാരുടെ മക്കൾക്ക് പരമപ്രധാനമായി വേണ്ടത് സ്വാതന്ത്ര്യമാണല്ലോ. ആ സ്വാതന്ത്ര്യം ആവോളം തൻ്റെ മക്കൾ അനുവദിച്ചു. അവർ പോകുന്ന വഴിയെക്കുറിച്ച് ആലോചിച്ചില്ല. 4 പേര് കണക്കെ തൻ്റെ പെൺമക്കളും ഇറങ്ങി നടന്ന് വിലസട്ടെ എന്ന് മാത്രമേ കരുതിയുള്ളൂ. അത് പ്രൗഢി വെളിപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. എല്ലാവരും തൻ്റെ മക്കളെ അസൂയയോടെ നോക്കുന്നത് കാണാൻ ഉത്കടമായ ആഗ്രഹം. അതൊരു അവാച്യമായ അനുഭൂതിയായി ചെറിയാച്ചൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ രഹസ്യമെല്ലാം ഇതാ പോയിരിക്കുന്നു. ഡെയ്സിയുടെ കഥ അറിഞ്ഞ നിമിഷം ചെറിയാച്ചൻ നടുങ്ങിത്തരിച്ചുപോയി. ഇടിവെട്ടേറ്റതുപോലെ ഇത് കർത്തവ്യമൂടനായി നിമിഷങ്ങളോളം നിന്നു. മേടയിൽ വീടിൻ്റെ നെറുകയിലേക്ക് ആകാശമേല പപ്പാടെ അടർന്നു വീണ പ്രതീതി. കാലിൽ നിന്നും കടൽ തിരയേക്കാൾ വലിയ തിരമാലകൾ
അലറി തിമിർത്തു വന്ന് ബംഗ്ലാവിനെ തകിടം മറിക്കുന്നു. മകളെ വെടിവെച്ച് കൊന്നാലോ എന്നാണ് അയാൾ ആദ്യം ചിന്തിച്ചത്. നാണം കെടുത്തുന്ന മക്കളെ നായ്ക്കളെ പോലെ കരുതണം. മകളുടെ കരഞ്ഞു വീർത്ത മുഖത്തേക്ക് നോക്കിയപ്പോൾ പക്ഷെ ചെറിയാച്ചൻ്റെ പൊതുഹൃദയം നൊന്തു. തൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ താൻ ഈ പരക്കം പായുന്നത് മുഴുവൻ? അവരെ സമൂഹത്തിന് ഉന്നത നിലയിൽ എത്തിച്ചിട്ട് പിന്മാറുക. ഒടുക്കത്തെ യാത്രയിൽ എന്തു തന്നെ ഉണ്ടായാലെന്താ, ഒരു പൈസ പോലും കൊണ്ടുപോകാനാവില്ലല്ലോ. ഡെയ്സി ഹതാശയായി. അവൾ ചെറിയാച്ചൻ്റെ കാലിൽ വീണ് കരഞ്ഞു. അവൾക്ക് കരയാൻ കൂട്ടിന് അന്നാമ്മയുണ്ടായിരുന്നു. നീ നിന്ന് മോങ്ങിക്കോ കഴിവേട്ട മോളെ, നീ ഒരുത്തിയാ ഇതിന് ഉത്തരവാദി. ചെറിയാച്ചൻ മുതലാളി ഒരു നിമിഷം പഴയ ചെറിയാച്ചനായി. അവൾ അന്നാമ്മയുടെ നേരെ ചീറി. അതിനും കുറ്റം എനിക്കാണോ? അമ്പിളി അമ്മാവനെ വേണമെന്ന് മക്കൾ പറഞ്ഞാൽ ഉടനെ അതിനും വില പറയാൻ പോകുന്ന നിങ്ങൾ ഒരുത്തന എല്ലാത്തിനും കാരണം. പറക്കുന്ന ബോട്ടും കുന്തവും കുടച്ചക്രവും ഒക്കെ വാങ്ങിക്കൊടുത്തു. തുറന്നങ്ങ് വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. അന്നാമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ് ചെറിയാച്ചന് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ അവൾ നാക്കുകൊണ്ട് പീരങ്കവടി വെച്ച് കളയും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. ഇനി കൂടുതൽ കുണവധികാരോ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ഏതവനാ പെണ്ണെ ചതിച്ചെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഏതാണ്ട് ബോട്ടുകളോ മീൻ ചൂണ്ടയോ ഒക്കെ ഉള്ളവനാണെന്ന് കേട്ടിട്ട്. ഇനി വല്ല മുക്കുവക്കഴിവേറിയും ആണോന്ന് എൻ്റെ സംശയം. അന്നാമ്മ അതേ മറുപടിയിൽ ഉറച്ചു നിന്നു. ഊരും പേരും ഇല്ലാത്ത വല്ല അലവലാതെയോ? ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഞാൻ അവനെ കണ്ടുപിടിക്കും. ആ തെണ്ടിയെ ഞാൻ പന പോലെ നുറുക്കും, കായലെറിയും. ചെറിയാച്ചൻ പല്ലു കടിച്ചു. ഡെയ്സിയുടെ ഇടനെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിപ്പാഞ്ഞു. കണ്ണുനീരുറവയുടെ ഉറവിന് ശക്തിയേറി. അവളൊന്ന് തേങ്ങിപ്പോയി. മോങ്ങുന്നോ മദ്ഗലമറിയമേ? ശബ്ദം പുറത്തു കിട്ടുവരുത്. നീ എന്ത് കണ്ടിട്ടാണ് എന്തരവളെ കണ്ട എംബോക്കിയുടെ പുറകെ പോയത്? ചെറിയാച്ചൻ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ നേരെ എടുത്തു. അനാമ മകളുടെ മുന്നിൽ കടന്നു നിന്നു. ഇത് നല്ല കൂത്ത്. ഇനിയിപ്പോൾ വല്ലതും പറഞ്ഞിട്ട് എന്താ കാര്യം? വന്നത് വന്നു. ഇനി വന്നതിന് ശേഷം നോക്കണം. നിങ്ങളെന്തിനെ കിടന്ന് അലറുന്നത് വല്ലതും കേട്ടാ അറിയാത്ത മനുഷ്യരും കൂടി അറിഞ്ഞോളും. മേടെ ചെറിയാച്ചൻ്റെ മഹത്വം ബാക്കിയുള്ളവരും കൂടി അങ്ങ് അറിയിച്ചുകൂട്. ചെറിയാച്ചൻ്റെ പത്തിക്കിട്ടൊരടി. അതോടെ അയാൾ നടങ്ങി. മറ്റുള്ളവരുടെ മുന്നിൽ തലയെടുത്ത് നിൽക്കാനാണല്ലോ ഇത്രയും കാലവും ശ്രമിച്ചത് മുഴുവൻ. ഈ നല്ല നേരത്ത് അതിനൊരു മങ്ങലേൽക്കുക മരണതുല്യാണ്. അങ്ങനെയൊന്നും ചെറിയാച്ചനെ ആലോചിക്കാനേ കഴിയുന്നില്ല. അയാൾ തലങ്ങും വിലങ്ങും ചിന്തിക്കാൻ ആരംഭിച്ചു. ആ ചിന്തയുടെ ഒടുക്കമാണ് ജെയിംസിനോടെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത്. ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്ന ജെയിംസേ, വരുമ്പം കൂട്ടത്തോടെ എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പോഴെൻ്റെ അവസ്ഥ. ഒരു ദരിദ്രവാസി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒന്ന് കണ്ടുപിടിക്കാനൊത്തില്ല. അക്കൂടെ അതേണ്ടേ ഒരുത്തനെ കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞയക്കുന്ന ദരിദ്രവാസികൾക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല. പണം പിടുങ്ങാൻ മാത്രം കൊള്ളാം. ജെയിംസ് എനിക്ക് വേണ്ടി ആമാരെ കണ്ടുപിടിക്കുന്നതിൻ്റെ ചുമതല ഏറ്റെടുക്കണം. എന്ത് ചിലവുണ്ടായാലും ധൈര്യമായി എടുത്തു ചിലവാക്കിക്കും. അപ്പച്ചനെയും ചേട്ടനെയും കണ്ടുപിടിക്കാനുള്ള ചുമതല ജെയിംസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ആഹ്ലാദം കാവടി തുള്ളി. ചെറിയാച്ചൻ്റെ മുഖത്തെ ശോകഭാവം അവൻ്റെ ഉള്ളിൽ ഒട്ടും ചലനങ്ങളുണ്ടാക്കില്ല. തങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്ന വേദനയുടെ 1% പോലും ദുഃഖം ചെറിയാച്ചനായി കഴിഞ്ഞില്ല. മിക്കവാറും വലിയ താമസമില്ലാതെ എല്ലാം ഒന്നിച്ചിങ്ങ് വന്നുകൂടും. ഇന്നത്തെ ചെറിയാച്ചൻ്റെ മുഖവും അന്നത്തെ ചെറിയാച്ചൻ്റെ മുഖഭാവവും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി ജെയിംസ്. മക്കളുടെ കാര്യം വന്നപ്പോൾ ആ മനുഷ്യൻ്റെ വേദന ഊഹിക്കാവുന്നേ ഉള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് 12 വർഷം ജയിലിൽ കിടന്ന തൻ്റെ അപ്പച്ചൻ്റെ വേദന എത്രമാത്രമായിരിക്കും? മക്കളെ കാണാതെ, അവരെ ലാളിക്കാതെ, അവരെ വിശപ്പിന് എന്തെങ്കിലും കൊടുക്കാതെ ഇരുളടഞ്ഞ മുറിക്കുള്ളിൽ 12 വർഷം ആ വേദന അനുഭവിച്ച അപ്പച്ചന് വേണ്ടി ചെറിയാച്ചനെ തുണ്ടം തുണ്ടി കഷ്ണിക്കുകയാണ് ആദ്യം വേണ്ടത്. സത്യസന്ധനായിരുന്നു. മുതലക്കണ്ണീരൊഴുക്കുന്ന ചെറിയാച്ചനോടൊട്ടും അലിവ് തോന്നിയിരുന്നില്ല. ഇതേ നേരത്ത് തന്നെ അകത്ത് ഡെയ്സിയുടെ മുറിയിലും ഒരാലോചന നടക്കുന്നുണ്ടായിരുന്നു. ചേട്ടത്തിയും അനിയത്തിയും കൂടി രഹസ്യമായ ഒരു ആലോചന. ജെയിംസിനെ തിരിച്ചറിഞ്ഞ കാര്യം അവൾ അനിയത്തിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ജെയിംസിൻ്റെ ചേട്ടൻ ജോണിക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഡെയ്സി അത്ഭുതത്തോടെ, അതിലേറെ അമ്പരപ്പോടെ ഗ്രേസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അപ്പച്ചൻ ഈ വിവരം അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടില്ലേ ചേച്ചി? നിന്റെ കാര്യം അറിഞ്ഞിട്ട് അതുണ്ടായില്ലല്ലോ. ആളാരായാലും കെട്ടിച്ചു തന്നേക്കാവുന്ന തീരുമാനത്തിലായി. അത് കഴിഞ്ഞ് ഞാൻ ജോണിക്കുട്ടിയുടെ കാര്യം പറയും. ഞാൻ ജോണിക്കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ. ആരെതിർത്താലും വേണ്ടില്ല. അപ്പനും അമ്മച്ചിയും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ജോണിക്കുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോവും. നീ നോക്കിക്കോ. ഗ്രേസിയുടെ മുഖത്തെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാവം അത്ഭുതത്തോടെയാണ് ഡെയ്സി കണ്ടിരുന്നത്. വേറെ ആരായാലും ചിലപ്പോൾ അപ്പച്ചൻ സമ്മതിച്ചേക്കും. വർക്കിച്ചേട്ടൻ്റെ മകനെ ജോണി എന്നറിഞ്ഞാൽ അപ്പച്ചൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. ചേച്ചി കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഡെയ്സി ഉപദേശിച്ചു. ആ മുറിയിലേക്ക് ധൃതിയിൽ നടന്നു വന്ന അന്നാമ്മ ചേടത്തിയും അനിയത്തിയും കൂടി നടത്തുന്ന അടക്കം പറച്ചിൽ കേട്ട് മുറിവാതിക്കൽ പതുങ്ങി നിന്നു. ഇരുവരും പറയുന്നത് മുഴുവൻ അവർ കേട്ടു. ഇടിവെട്ടേറ്റവൻ്റെ കാലിൽ പാമ്പ് കൂടി കടിച്ചാലെന്ന വണ്ണം അവർ സ്തംഭിച്ചു നിന്നു. ഈശോയെ, താൻ എന്താണ് ഈ കേൾക്കുന്നത്? ആ വിവരം അപ്പോൾ തന്നെ ചെറിയാച്ചനെ അറിയിക്കണമെന്ന് അവർ കരുതി പൂമുഖത്തേക്ക് തിടുക്കത്തിൽ നടന്നു നിന്നു. അപ്പോഴാണ് ബംഗ്ലാവിൻ്റെ മുറ്റത്തൊരു ജീപ്പ് വന്നു നിന്നത്. ചെറിയാച്ചൻ്റെ റൗഡികളിൽ ചിലർ അതിൽ നിന്നും ചാടിയിറങ്ങി ബംഗ്ലാവിലേക്ക് ഓടി വന്നു. മുതലാളി, വർക്കിച്ചനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കടന്നു വന്നവരിൽ ഒരുത്തൻ ആ സന്തോഷ വാർത്ത ആഹ്ലാദത്തോടെ അറിയിച്ചു. ചെറിയാച്ചൻ സോഫയിൽ നിന്നും ചാടി എണീറ്റു. ഉവ്വോ, അവൻ എവിടെയുണ്ട്? അതുവരെ ഉണ്ടായിരുന്ന സകല ദുഃഖഭാരവും ചെറിയാച്ചന് നഷ്ടമായി. പകരം സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ഉമ്മച്ചൻ മുതലാളിൻ്റെ വീട്ടിൽ അയാൾ ഒളിച്ചു താമസിക്കുക. ജെയിംസിൻ്റെ ഉൾത്തടത്തിലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു. അധ്യായം 24. മുഖത്തുദിച്ച പരിഭ്രമം അടക്കാൻ ജെയിംസ് കുട്ടി നന്നേ വിഷമിച്ചു. ചെറിയാച്ചൻ്റെ ഒരു നിരാശ മാറിക്കിട്ടിയ സന്തോഷം താനും കൂടി അനുഭവിക്കുന്നതായി ഭാവിച്ചു. രക്ഷപ്പെട്ടു ജെയിംസെ, എനിക്ക് അപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവസാന നിമിഷത്തിലാണ് എൻ്റെ വിജയം സംഭവിക്കുന്നത്. അങ്ങനെ കിട്ടുകയെന്ന ചെറിയ കാര്യമല്ല. ചെറിയാച്ചൻ ജെയിംസിനോട് ഉറക്കെ പറഞ്ഞു. അയാൾക്കാകെ ഉത്സാഹമായിരുന്നു. വർക്കിച്ചൻ അവിടെ ഉണ്ടായിരുന്നോടാ? നിങ്ങളോട് പറഞ്ഞോ? ചോദ്യം ഗുണ്ടകളോടാണ്. അതിനല്ല മുതലാളി, ഞങ്ങൾ ഈ നാടുതോറുള്ള ഷാപ്പിൽ കയറുന്നത്. ഒരു ഷാപ്പിൽ വെച്ച് ഉമ്മച്ചൻ്റെ ഒരു പണിക്കാരനെ പരിചയപ്പെട്ടു. അവനാ പറഞ്ഞത് വർക്കിച്ചൻ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. വർക്കിച്ചൻ്റെ 2 ആൺമക്കളാണ് അവിടെ അയാളെ കൊണ്ടെത്തിച്ചത്. ജയിലിൽ നിന്നും സൂത്രത്തിൽ അയാളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ഉമ്മച്ചൻ മുതലാളിയായിരുന്നത്രേ. ഗുണ്ടാത്തലവനായ കൊമ്പം മീശക്കാരൻ പറഞ്ഞു. ജെയിംസിൻ്റെ നെഞ്ചു പുകഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് താനെന്ന് അവനറിഞ്ഞു. തന്നെ ഇപ്പോഴെങ്ങാൻ ചെറിയാച്ചൻ തിരിച്ചറിഞ്ഞ ഈശോയെ. ചെറിയാച്ചൻ്റെ നെറ്റിയിൽ ചുളിവുകൾ. ഓഹോ, ഉമ്മച്ചനാണ് അവനെ സഹായിക്കുന്നല്ലേ? അയാൾക്കുണ്ട് എന്നോട് അസൂയ. അവനാണല്ലോ മുമ്പ് വർക്കിച്ചനെ പറഞ്ഞളക്കി എൻ്റെ അടുത്തേക്ക് അയച്ചത്. ഇപ്പോൾ അവനെ വിളിച്ച് താമസിപ്പിക്കുന്നതും എന്നോട് പകരം വീട്ടാൻ തന്നെ ആയിരിക്കും അല്ലേ? അതെ, എനിക്കത് നിശ്ചയമുണ്ട്. പിന്നെ വർക്കിച്ചൻ്റെ ആൺമക്കളിൽ ഒരുവൻ പുറത്തെങ്ങാണ്ടാണെന്നല്ലേ പറഞ്ഞത്? മറ്റു 2 കഴിവേറികൾ എവിടെയാണെന്ന് വല്ലതും അറിയാമോ? ചെറിയാച്ചൻ ചോദിക്കുന്നു. തിരക്കാൻ മുതലാളി. ആളിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കൂടെ ഇരുന്ന് കൂട്ടിയാലും തിരിച്ചറിയുകയില്ലല്ലോ. ഏതായാലും ഇന്ന് തന്നെ ഞങ്ങളത് തിരക്കിയറിയാം. മുതലാളിയോട് വാങ്ങുന്ന പണത്തിന് പകരം ഞങ്ങൾ ജോലി ചെയ്യും. ഇപ്പോഴെങ്കിലും ഞങ്ങളെ വിശ്വാസമായാൽ മതി. ഗുണ്ടാത്തലവൻ മർമ്മം നോക്കി വാക്കുകൾ കൊണ്ടൊരു ചാട്ടുളി പ്രയോഗിച്ചു. ചെറിയാച്ചൻ അകത്തു നിന്നും ഒരു കെട്ട് നോട്ടുകൾ കൂടി എടുത്തുകൊണ്ടുവന്നു. ഇതാ, ഞാൻ ഇനിയും പണം തരും. ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുന്നവർക്ക് കണക്ക് ചോദിക്കാതെ പണം കൊടുക്കാൻ മടിയില്ല. വേല ഇറക്കുന്നവരെ ഞാൻ വേല വയ്ക്കും. നിങ്ങൾ ശരിക്കും ആഘോഷിച്ചു. മറ്റേ കാര്യം ഇന്ന് തന്നെ അറിയണം. പോരാ, വർക്കിച്ചൻ്റെ ഉമ്മച്ചൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവനെ എങ്ങനെ അവിടെ നിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കും. ജീവനോടെ അവനെ എനിക്ക് കാണണമെന്നില്ല. പറഞ്ഞു മനസ്സിലായോ? പണം ഏൽപ്പിക്കുമ്പോൾ ചെറിയാച്ചൻ ചോദിച്ചു. അയാളുടെ കണ്ണുകളിലെ ക്രോധം അഗ്നികോളം പോലെ ജ്വലിച്ചു. വർക്കിച്ചൻ താമസിച്ചിരുന്ന വീട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അവനവിടെ പോകാതിരിക്കില്ല. പകൽ അവിടെ തന്നെ അവൻ കാണുമെന്ന എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളവിടെ കൂടെ ഒന്ന് തപ്പിയേര്. അത് മാത്രം രക്ഷയില്ല മുതലാളി. ഞങ്ങൾ അവിടെയൊക്കെ നേരത്തെ തിരക്കിക്കഴിഞ്ഞു. അവരാ വീട് വിട്ടുപോയിട്ട് വളരെ നാളായി. ആ സ്ഥലം ഉമ്മച്ചനെ വാങ്ങിയത്. അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ പുതിയ വീട് എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞേക്കും. ഞങ്ങളതറിയാം. വീടിന് പുറത്ത് വർക്കിച്ചനെ കിട്ടുന്നില്ലെങ്കിൽ വീടിനുള്ളിൽ നിന്നവനെ ഞങ്ങൾ കൊണ്ടുവരാം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ വീണ്ടും കണ്ടുമുട്ടും. 1-2 അധ്യായങ്ങൾ കൊണ്ട് ഈ നോവൽ ഇവിടെ അവസാനിക്കും. വീണ്ടും നമുക്ക് നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.